ഇറാന്റെ ചൈന സന്ദർശനം ഭയപ്പാടിലാണ് അമേരിക്ക. എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ചൈന കാട്ടിക്കൂട്ടുക എന്ന കാര്യത്തിൽ അവർ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ചൈനയിലേക്ക് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പോയത്. അതിൽ അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശം ഔട്ട്ലെറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യും, അതിനൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ മടങ്ങൂ എന്നുള്ള ഒരു വിവരം കൂടിയാണ് പുറത്തു വന്നത്. അതിലൊന്ന്, ഓർമ്മ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ആ സംഭവങ്ങൾ എങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇനി നമ്മളത് ഫാസ്റ്റായിട്ട് വായിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അമേരിക്ക ഇറാൻ ചർച്ചയിലെ വൈരുദ്ധ്യം. അമേരിക്ക ഒരു തരത്തിൽ പറയുന്നു, ഇറാൻ മറ്റൊരു തരത്തിലുള്ള. മാത്രമല്ല, അമേരിക്ക പറയുന്ന കാര്യമല്ല അമേരിക്ക പിന്നീട് പറയുന്നത്. ചർച്ചയിലിരിക്കുന്ന സമയത്ത് അമേരിക്ക ഒരു കാര്യം പറയും, ചർച്ച ഏകദേശം മധ്യത്തിലാകുന്ന സമയത്ത് വിഷയം മാറ്റി പറയും. പിന്നീട് അവരുടെ വീരകഥകൾ പറഞ്ഞുകൊണ്ട് ഇറാനെ പേടിപ്പിക്കുന്ന രീതിയിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം തങ്ങൾ വഹിച്ച പങ്ക്, ആണവായുധം ഞങ്ങളുടെ അടുത്ത് എത്ര ഉണ്ട്, ഇത്ര രാജ്യങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിമ്പിളാണ്, ഇതിനൊന്നും ആളെ കിട്ടൂല. അതാണ് ഇറാൻ പറയുന്നത്. നിങ്ങൾ അതിന് വേറെ ആളെ നോക്കണം. ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഞങ്ങൾ ചർച്ച തന്നെയല്ല, താല്പര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരവും വിശ്വാസവും ഇല്ലാതെ, ബഹുമാനമില്ലാത്ത രീതിയിൽ വില്ലന്മാരെ പോലും ഗുണ്ടകളെ പോലും സംസാരിക്കാൻ വേണ്ടിയിട്ട് കസലിൽ ഇരുന്ന് കൊടുക്കാൻ തങ്ങൾക്ക് സമയമില്ല എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞത്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഒരു മിസൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കപ്പലിന് നേരെ ആക്രമിക്കാൻ നോക്കും. അതല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരു ചർച്ചയ്ക്കില്ല എന്ന് തുറന്നു പറയുമെങ്കിൽ എവിടെ തന്നെ. 2 പ്രാവശ്യം പാകിസ്ഥാൻ സന്ദർശനം ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി നടത്തിയിട്ടും 2 പ്രാവശ്യം അവരെ ചർച്ച ചെയ്യാൻ വേണ്ടി വലിയ ശ്രമം നടത്തി, പരാജയപ്പെട്ടു. നിങ്ങൾ ചർച്ചയില്ല എന്നാണ് പറയുന്നത്. ഇനി ഇറാൻ്റെ ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങൾക്കും ആണവ വിഷയങ്ങളുണ്ട്. ഇസ്രായേലിനകത്തുണ്ട്, അമേരിക്കയിലുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന സമയത്ത് അത് വിഷയം, മറ്റുള്ളവരത് സൂക്ഷിച്ചുകൊണ്ട് വിഷയമല്ല. ഞങ്ങളുടെ ആണവായുധ പദ്ധതി വലിയ പ്രശ്നമാണ്, അവരുടേത് സമാധാന ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ 2ാം ലോക യുദ്ധത്തിൽ സമാധാന ആവശ്യത്തിനാണോ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ സ്ഫോടനം നടത്തിയെന്ന് പറയണം. അപ്പോൾ ഈ കാര്യങ്ങൾ, സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്കക്ക് നൽകണം. തങ്ങളുടെ ഒരു വസ്തു എങ്ങനെയാണ് അമേരിക്കക്ക് നൽകാൻ വേണ്ടി പറ്റുക? തങ്ങളുടെ രാജ്യത്ത് ഇഷ്ടംപോലെ വിസ്താരമുള്ള രാജ്യമാണ്, ഇവിടെയാണ് സൂക്ഷിക്കേണ്ടത്. ഇതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞതിൻ്റെ പ്രധാനമായിരിക്കും ഉദ്ദേശം. അപ്പോൾ ഇറാൻ്റെ ആണവ പദ്ധതി പിന്നെ ചൈനയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക ഊർജ ബന്ധങ്ങൾ. അത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ഈ ഓർമസ് കടൽ വഴി പലതരത്തിലും പെട്രോളിയം ചൈനയിൽ എത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ പാകിസ്ഥാൻ്റെ വഴിയിലൂടെയും അല്ലാതെ രീതിയിലും ഒക്കെ പറയുന്നുണ്ട്. മറ്റ് ലോക രാജ്യത്തുള്ള ഒരു കപ്പലും തങ്ങൾക്ക് ചുങ്കം അടക്കാതെ തങ്ങൾ അങ്ങോട്ട് വിടിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ തങ്ങളുടെ ഭാഗമാണ്, തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളത്. അതുകൊണ്ട് ഇതിലെ അവകാശം ഞങ്ങൾക്കാണ്. അപ്പോൾ ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് പെട്രോളിയം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള വിഷയങ്ങളുണ്ടാവും ഭാവിയിൽ. കാര്യം പിന്നെ അമേരിക്ക ആയിരിക്കും അതിനെ നിയന്ത്രിക്കുക. വെനിസ്വേലയിൽ നടന്നിരിക്കുന്ന സംഭവത്തിന് സമാനമായ രീതിയിൽ ഇറാനിലും വരുത്തുക എന്നുള്ളതായിരുന്നു അമേരിക്ക ഉദ്ദേശം. പക്ഷേ ഇറാനിൽ അത് പാളിപ്പോയി. കാരണം ഇറാനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാത്ത രീതിയിലാണ് യുദ്ധത്തിന് വന്നത് ചുരുക്കം. വെനിസ്വേല കീഴടക്കിയ സമയത്ത് പിന്നീട് അവിടെ യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. കാര്യം വെനിസ്വേലയിൽ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതോടുകൂടി ആ രാജ്യം വീണു, പുതിയ ഭരണ സംവിധാനം വന്നു. അവിടുത്തെ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്ക നിയന്ത്രിക്കുന്നു. ഏറ്റവും കൂടുതൽ 80% എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും പെട്രോൾ വെനിസ്വേല ആയിരുന്നു ചൈനക്ക് നൽകിയിരുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ വെനിസ്വേല ഈ ചൈനക്ക് നൽകുന്നില്ല. ഇപ്പോൾ നൽകുന്നത് ഇറാനാണ്. ഇറാൻ ഈ പ്രസിഡന്റായ സമയത്ത് കുറേ പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധി ഒന്നും കൂടി രൂക്ഷമാവും അമേരിക്ക അവിടെ അധികാരത്തിൽ വന്നാൽ. അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനം അവിടെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന രാജ്യമായിട്ട് ചൈന മാറും. അതിന് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഇറാൻ്റെ സംവിധാനം നിലനിൽക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞു പോയത്. പിന്നെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ആധിപത്യം അതെല്ലാ കാലത്തും പ്രശ്നമുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ സാമ്പത്തികപരമായ രീതിയിൽ വലിയ അഭിവൃദ്ധിയും വലിയ പുരോഗതിയുണ്ട്. രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും ഈ പ്രതിരോധ രംഗത്തും ഈ രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തും അവർക്ക് സംരക്ഷണം അല്ലെങ്കിൽ അവർക്ക് ആയുധശേഷി ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം അമേരിക്ക നൽകുന്നില്ല. നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങൾ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് പ്രതിരോധ സംവിധാനങ്ങൾ? അങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്ത കാര്യങ്ങൾ തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നീങ്ങുന്നത്. അത് അവിടെ ഈ മേഖലയിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ പാഞ്ഞെത്തുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എന്നുകൂടി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ സംരക്ഷണ സുരക്ഷിതത്വം നൽകുകയാണെങ്കിൽ, ഇറാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെ സംരക്ഷണ സുരക്ഷിതത്വം നൽകുകയാണെങ്കിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് എന്തുകൊണ്ട് പ്രതിരോധിച്ചില്ല? അറേബ്യൻ മേഖല ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത്
ഖത്തറിലാണ്. ആ ഖത്തറിലെ സൈനിക ബേസിൽ 24 മണിക്കൂർ സൈനികർ സജീവമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉദൈദ മേഖലയാണ്, ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ നോക്കി നിന്ന രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക. അപ്പോൾ അവരെങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുക? തങ്ങളുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ അവരിലേക്ക് ഏൽപ്പിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പ്രതിരോധ സഹകരണവും സാറ്റലൈറ്റ് സഹകരണവും, സാറ്റലൈറ്റ് സഹായം, ഇത് രണ്ടെണ്ണം ചൈനയോട് ഇറാൻ ആവശ്യപ്പെടും. പ്രതിരോധ സഹകരണം എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇവരുടെ കൈവശത്തിലുണ്ട്, ചൈനയുടെ കൈവശത്തിൽ. അത് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് ഇപ്പോൾ നിലവിൽ ഇറാൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കരാർ വ്യവസ്ഥാപന സമയത്ത് അത് കൂടുതൽ നൽകുന്നതിനെ കുറിച്ചാണ്. കാര്യം ഒരു യുദ്ധത്തിന് കൂടിയുള്ള സന്നാഹങ്ങൾ തയ്യാറെടുപ്പ് ഇപ്പോൾ ഇറാൻ എടുത്തു കഴിഞ്ഞ നിലവിൽ. അതിനെന്ത് ചെയ്യണം? അതിന് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ അക്രമ കാര്യങ്ങൾ ഉണ്ടാകുന്ന ആകാശ യുദ്ധമാണ്. ആകാശ യുദ്ധത്തിൽ പ്രതിരോധം തകരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഇറാൻ്റെ മേലുണ്ടായത് എന്നതിനാൽ വല്ലാത്ത രീതിയിൽ പ്രതിരോധിക്കാൻ ആദ്യഘട്ടത്തിൽ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകൾ തകർത്തിട്ടുണ്ട്, ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സൈനിക കമാൻഡർ കൊല്ലപ്പെട്ട് വലിയ മരണങ്ങളും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഇറാൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാൻ ചേർന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ വന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതിരോധമായി പിന്നീട് കാണാതാകുന്ന വിമാനങ്ങളെ കാണാതായി കൊണ്ടിരിക്കുകയാണ്. 12 വിമാനങ്ങൾ ഏറെക്കുറെ കാണാതായിട്ട് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ 12 ഡസൻ കണക്കിൽ എന്നുള്ള ചില റിപ്പോർട്ടിനകത്ത് 45 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണാതായിട്ടുണ്ട്, കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. ചിലതൊക്കെ തകർന്ന് വീണിട്ടുണ്ട്. തകർന്ന് വീണതിൻ്റെ ഈ കഷ്ണങ്ങളെല്ലാം ഇറാൻ തന്നെ പെറുക്കിക്കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക സംവിധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇറാൻ ആ കാര്യത്തിൽ വലിയ വിദഗ്ധന്മാരാണ്, മിടുക്കന്മാരാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ആകാശ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചൈനയുടെയും റഷ്യയുടെയും വലിയ സഹായം ഉപകരിച്ചിട്ടുണ്ട്. അതിനിയും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി സാറ്റലൈറ്റ് സഹായം എന്ന് പറയാം. സാറ്റലൈറ്റ് നിലവിൽ 2024 കാലത്തോ 25 കാലത്തോ ഒരു സാറ്റലൈറ്റ് ഇറാൻ വാങ്ങിയിട്ടുണ്ട് ചൈനയോട്. അത് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു. 24 മണിക്കൂർ നിരീക്ഷണമാണ്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്കോ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾക്കോ ആക്രമണം നടത്തുന്ന സമയത്ത് കൃത്യമായിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളും അതിൻ്റെ ചലനങ്ങളും നോക്കിയിട്ടാണ് ആക്രമിക്കുക. അതുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നു. ഇറാൻ്റെ ഒരു ലക്ഷ്യവും തകർന്നു പോയിട്ടില്ല. അതിന് സാറ്റലൈറ്റ് സഹായം ഇനിയും വേണമെന്നാണ് പറയുന്നത്. അത് എന്താണ് ഉദ്ദേശം എന്നതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല. സാറ്റലൈറ്റ് ഇറാൻ നൽകിയതല്ലാത്ത ഒരുപാട് സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ ചൈനയുടെ കൈവശത്തിലുണ്ട്. അത്തരം സഹായങ്ങൾ നൽകുന്ന സമയത്താണ് കൃത്യതയോട് കൂടിയിട്ട് ശത്രുവിനെ ആക്രമിക്കാനും വലിയ രീതിയിൽ ഈ പാകം വരുത്താനും വേണ്ടി സാധിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വീണ്ടും അത് ചോദിച്ചതിന് ചുരുക്കം. ഇസ്രായേൽ അറേബ്യൻ ബന്ധം ഈ ബന്ധം മേഖലയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേൽ രാജ്യവുമായിട്ട് ചില അറേബ്യൻ രാജ്യങ്ങൾക്ക് രഹസ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് പല ഘട്ടങ്ങളിലും അറേബ്യൻ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താറുണ്ട്. ആ തരത്തിൽ അത് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി മുമ്പ്, അതായത് 2021 ഒക്ടോബർ 7 ശേഷം ഉണ്ടായിരിക്കുന്ന യുദ്ധം, ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 3 കൂടുതൽ ഉച്ചകോടി നടന്നിട്ടുണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച്. ആ ഉച്ചകോടിയിലെല്ലാം അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി പങ്കെടുക്കുകയും അദ്ദേഹം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ചില വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ വിശ്വസിക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ശത്രുവായിട്ട് വരും, അവർ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല, നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കും, നിങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അവർക്കറിയാവുന്നതാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവർക്കൊപ്പം സഹായം നൽകുകയും സാമ്പത്തികം നൽകുകയും ചെയ്യണം അന്ന് പറഞ്ഞത്. അന്ന് ആ കാര്യം അങ്ങനെ വലിയ മുഖവിലേക്ക് എടുത്തിട്ടില്ല ഒരു അറബ് രാജ്യം. പക്ഷേ ഒമാൻ ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചൈനയ്ക്ക് ഞങ്ങൾ സൈനിക താവളവും സംവിധാനം നൽകാമെന്ന് പറഞ്ഞ് അവരെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യം ചെയ്തിട്ടില്ല. പിന്നീടാണ് എന്തുണ്ടാകുന്നത്? ഇസ്രായേലിൻ്റെ ആക്രമണം ഖത്തറിന് നേരെ ഉണ്ടാകുന്നത്. അതോടുകൂടി അവർക്ക് നേരം വെളുത്തു എന്ന് ചുരുക്കം. അയൺ ഡോമിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അയൺ ഡോം എന്ന് പറയുന്നത് തങ്ങൾക്ക് തകർക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അതേ അയൺ ഡോം മറ്റുള്ള രാജ്യത്തേക്ക് വിൽപ്പന നടത്തുന്ന പരിപാടി ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അബുദാബി UAE ഇപ്പോൾ മാടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒരു കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാര്യം അതിന് സാങ്കേതിക സംവിധാനം ചോർന്നു പോയതാണ്. അത് ആരുടെ കൈവശത്തിലുണ്ട്? ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ആക്രമിക്കുന്ന സമയത്ത് ആദ്യം ഈ അയൺ ഡോമാണ് തകർക്കുക, പിന്നെ അങ്ങോട്ട് ആക്രമിക്കുകയാണ് ചെയ്യുക.
അതിപ്പോൾ അറേബ്യൻ മേഖലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടി ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത വിഷയമായിട്ട് പറയുന്നത്. പിന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വിപണി ആകെ തകർന്നിരിക്കുന്നത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യതയോടുകൂടി പെട്രോളിയം അങ്ങോട്ട് ഇങ്ങോട്ട് പോകാത്ത വിഷയമാണ്. അങ്ങോട്ട് പെട്രോളിയം ഇങ്ങോട്ട് മറ്റുള്ള അസംസ്കൃത വസ്തുക്കൾ തിരിച്ചു വരികയും ചെയ്യുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ ഹോർമുസ് കടൽ ഉപയോഗിക്കുന്നത്. അത് നിലച്ചു പോയത്, അത് പ്രശ്നമായി പോയത് അമേരിക്കയുടെ ഇടപെടലാണ്. തങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, അമേരിക്കയാണ്. അമേരിക്ക ഇങ്ങോട്ട് ആക്രമിച്ച സമയത്ത് ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ചെയ്യുക. അമേരിക്ക വിട്ടു കഴിഞ്ഞാൽ ഹോർമുസ് ഫ്രീഡം ആവും എന്നവർ പറയുന്നുണ്ട്. പെട്രോളിയത്തിൻ്റെ വില വർധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ച ചെയ്താണ്. പിന്നീട് അമേരിക്കയുടെ വിമാനം കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എന്തൊക്കെയാണ് രൂപങ്ങൾ ഉണ്ടാക്കുക എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഏതായാലും ചൈനയുടെ ഇറാൻ്റെ ചൈന സന്ദർശനം വലിയ ഭയപ്പാടോടു കൂടിയും വലിയ പ്രയാസത്തോടു കൂടിയാണ് അമേരിക്കയും സംഘവും നോക്കി നിൽക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.